നമസ്കാരം. പോയ വാരത്തെ വാർത്താവിശേഷങ്ങളുമായി ന്യൂസ് റൗണ്ടപ്പിലേക്ക് വീണ്ടും സ്വാഗതം. ദേശീയ പണിമുടക്കും ലഹരി വേട്ടയും തൊട്ട് നിരവധി വാർത്തകൾ കൊണ്ട് സമ്പന്നമായിരുന്നു പോയ വാരവും. ഒരു ദേശീയ പണിമുടക്ക് കൂടി കടന്നുപോയി. ഇതര സംസ്ഥാനങ്ങൾ പതിവ് പോലെ സജീവമായപ്പോൾ നാട് നിശ്ചലമായി എന്ന് ആഹ്ലാദം കൊള്ളുകയായിരുന്നു നമ്മൾ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ ആരംഭിച്ച പണിമുടക്ക് കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണമായിരുന്നു. BMS ഒഴികെയുള്ള മുഴുവൻ ട്രേഡ് യൂണിയനുകളും സമരത്തിൽ പങ്കെടുത്തു. KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും അടക്കമുള്ള പൊതുവാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങിയില്ല. അതേസമയം ചില സ്വകാര്യ വാഹനങ്ങൾ അങ്ങിങ്ങായി ഓടി. ഏതാനും ഓട്ടോറിക്ഷകളും നിരത്തിലിറങ്ങി. പാൽ, പത്രം, ആശുപത്രി, എയർപോർട്ട് തുടങ്ങിയ അവശ്യ സർവീസുകൾ മാത്രമാണ് പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയത്. പണിമുടക്ക് ജില്ലയിൽ ബന്ദിന്റെ പ്രതീതി ഉളവാക്കി. കടകളും ഹോട്ടലുകളും മറ്റു സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു. സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില വളരെ കുറവായിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും തുറന്നു പ്രവർത്തിച്ചില്ല. ഹർത്താലും പണിമുടക്കും എന്ത് ലാഭമാണ് നാടിനും സമൂഹത്തിനും സമ്മാനിക്കുന്നത് എന്ന് ഇന്നും ഉത്തരമില്ലാത്ത ചോദ്യമാണ്. എല്ലാത്തിനെയും പോസിറ്റീവോടെ കാണുക എന്നത് ഒരു നന്മയാണ്. പണിമുടക്ക് ദിനത്തെ സേവനമാക്കി മാറ്റി ചിലർ. BJPയും ബെഞ്ചുകോട്ടിലെ ക്ലബ്ബ് പ്രവർത്തകരും നാടിന് ഉപകാരപ്രദമായ പരിപാടിയുമായിട്ടായിരുന്നു പണിമുടക്ക് ദിനത്തിന് പുതിയ മുഖം പകർന്നത്. പണിമുടക്ക് ദിവസത്തിലും പണിമുടക്കാത്ത സേവനവുമായി BJP പ്രവർത്തകർ വ്യത്യസ്തത പകരുകയായിരുന്നു. കറന്തക്കാട് ദേശീയപാതയ്ക്കരികിൽ വാഹനങ്ങൾക്ക് തടസ്സമാകുന്ന മരച്ചില്ലകളും കാടുകളുമാണ് BJP പ്രവർത്തകർ വെട്ടിമാറ്റിയത്. BJP പ്രവർത്തകരുടെ സേവനങ്ങൾക്ക് സഹായവുമായി KSEBയും ഫയർഫോഴ്സും എത്തി. പരിപാടി രവീശ് തന്ത്രി കുണ്ടാർ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർമാരായ രവീന്ദ്ര പൂച്ചാരി, ദുർഗപ്പ, N സതീഷ്, സുരേന്ദ്രൻ, മഞ്ജുനാഥ, മുരളി തുടങ്ങിയവർ നേതൃത്വം നൽകി. അവധി ദിവസങ്ങളിൽ വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടാതെ നാടിന്റെ നന്മയ്ക്കു വേണ്ടി കൈകോർത്ത പൗവൽ ബെഞ്ചുകോട്ട് BCC ക്ലബിന്റെയും ബഫേ ആൻഡ് സപ്ലൈ അസോസിയേഷന്റെയും പ്രവർത്തനം പരക്കെ പ്രശംസിക്കപ്പെട്ടു. തകർന്നു കിടക്കുന്ന പൗവൽ 8-ാം മൈൽ റോഡ് നന്നാക്കിയാണ് ഇവർ മാതൃക പകർന്നത്. ചെർക്കള ജാൽസൂർ അന്തർ സംസ്ഥാന പാതയായ ഇവിടെ മാസങ്ങളായി റോഡ് തകർന്നു കിടക്കുകയാണ്. നിർമ്മാണത്തിലെ അപാകതയാണ് ടാറിംഗ് അതിവേഗം തകരാൻ കാരണമെന്ന് ആക്ഷേപമുണ്ട്. നേരത്തെ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് റോഡ് നിർമ്മാണം നടത്തുന്നത് ക്ലബ്ബ് പ്രവർത്തകർ തടഞ്ഞിരുന്നു. റോഡ് തകർന്നത് കാരണം ഇവിടെ അപകടവും പതിവാണ്. തകർന്ന കുഴിയിൽ വീണ് കഴിഞ്ഞ വർഷം ഒരു യുവാവ് മരിച്ചിരുന്നു. പിന്നെയും നിരവധി അപകടം സംഭവിച്ചു. സമാധാന പ്രവർത്തനത്തിന് ജാസർ പൗവൽ, ബദ്രുദ്ദീൻ, ഫൈസൽ, മുനീർ പള്ളിക്കാൽ, കബീർ വളപട്ടണം തുടങ്ങിയവർ നേതൃത്വം നൽകി. പണിമുടക്കും സേവനവുമെല്ലാം ഇങ്ങനെയാവണം. ചില സംഭവങ്ങൾ മാഞ്ഞുപോകാത്ത അടയാളമായി മാറുന്നു. അതാണ് നാടിന്റെ ചരിത്രം. കയ്യൂർ സമരം ഇന്നും ജ്വലിക്കുന്ന ഓർമ്മയാണ്. ആ ഓർമ്മകൾക്ക് ജീവൻ പകരുകയാണ് തൃക്കരിപ്പൂർ MLAയുടെ കാർ നമ്പർ KL 60L1943 എന്ന നമ്പറുമായി തൃക്കരിപ്പൂർ MLA M രാജഗോപാലിന്റെ കാർ നിരത്തിലൂടെ നീങ്ങുമ്പോൾ അത് ഒരു പോരാട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലായി മാറുന്നു. ജന്മിത്വത്തിനും നാടുവാഴിത്വത്തിനുമെതിരായ 1943 നടന്ന കയ്യൂർ സമരത്തിന്റെ ഓർമ്മകളാണ് ഈ കാർ നമ്പർ പറഞ്ഞു തരുന്നത്. 1943 മാർച്ച് 29 നടന്ന ആ സമരത്തിൽ 4 കമ്മ്യൂണിസ്റ്റ് പോരാളികൾക്കായിരുന്നു ജീവൻ നഷ്ടമായത്. മഠത്തിൽ അപ്പു, കോയിത്തട്ടിൽ ചീരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ, പട്ടോര കുഞ്ഞമ്പു എന്നിവർ രക്തസാക്ഷിത്വം വഹിച്ച ആ സമരം ഇന്നും വിപ്ലവ പോരാട്ടങ്ങൾക്ക് കരുത്തു പകരുന്ന ഓർമ്മകളാണ്. കമ്മ്യൂണിസ്റ്റ് രക്തം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന രാജഗോപാലിന് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെ കാർ കയ്യിലെത്തിയപ്പോൾ മറ്റൊരു നമ്പറിനെ കുറിച്ചും ചിന്തിക്കാനാവുമായിരുന്നില്ല. അതുകൊണ്ടാണ് ജന്മിത്വത്തിനെതിരെയുള്ള പോരാട്ടം നടന്ന വർഷത്തിന്റെ ഓർമ്മകൾ നിറയുന്ന നമ്പർ തന്നെ സ്വീകരിച്ചത്. ഉള്ളിലൊഴുകുന്ന കമ്മ്യൂണിസ്റ്റ് രക്തം പോലെ തന്നെ തലയിലെ ക്യൂബത്തൊപ്പിയും രാജഗോപാലിന്റെ വികാരവും അടയാളമാണ്. ഓരോ തലമുറയ്ക്കും ആവേശം പകരുന്ന വികാരമാണ് കയ്യൂർ സമരമെന്ന് രാജഗോപാൽ പറഞ്ഞു. ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിലെ അഗ്നിബിന്ദുവാണ് കയ്യൂർ. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും ജന്മിത്വത്തിനും മുതലാളിത്തത്തിനുമെല്ലാം എതിരായിട്ടുള്ള പോരാട്ടത്തിൽ ജീവൻ ബലിയർപ്പിച്ച അനശ്വരരായ കയ്യൂർ രക്തസാക്ഷികളുടെ സ്മരണീയ വർഷമാണ് 1943. 1943 മാർച്ച് 29 കയ്യൂരിലെ ധീരരായ 4 സഖാക്കൾ തൂക്കിലേറ്റപ്പെടുന്നു. അപ്പോൾ ആ കയ്യൂർ സഖാക്കളുടെ പ്രോജ്വലമായ സ്മരണയെ മുൻനിർത്തിയുള്ള കയ്യൂർ സംഭവത്തിൻ്റെ സ്മരണ പുതിയ തലമുറയിലേക്കടക്കം ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് 1943 തിരഞ്ഞെടുക്കാൻ കാരണം. ചരിത്രത്തിന്റെ സന്ദേശവാഹനാവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. ഒരു ഉദ്യോഗം കിട്ടിയിട്ട് വേണം ഒന്ന് കൈക്കൂലി വാങ്ങാൻ.
മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിലെ ആ കൈക്കൂലി വീരനെ വിജിലൻസ് സംഘം പിടികൂടി. ചെക്ക് പോസ്റ്റിൽ കൈക്കൂലി വാങ്ങിക്കുന്നുവെന്ന രഹസ്യവിവരത്തെ തുടർന്ന് വിജിലൻസ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു. അന്യസംസ്ഥാനത്തു നിന്ന് വരുന്ന ലോറികൾ കടത്തിവിടാൻ ഇയാൾ പണം ആവശ്യപ്പെടാറുണ്ടെന്ന പരാതി നിലനിൽക്കുന്നുണ്ട്. ദിവസേന എന്നോണം നിരവധി ലോറികളാണ് ചെക്ക് പോസ്റ്റ് വഴി കടന്നുപോകുന്നത്. ഇവരിൽ നിന്നൊക്കെ 100 രൂപ തോതിൽ വാങ്ങിക്കാറുണ്ട് എന്ന വിവരത്തെ തുടർന്നാണ് ഇയാളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് ഇയാൾ ദിവസേന ഉണ്ടാക്കുന്നത്. വിജിലൻസ് നൽകിയ 100 രൂപ നോട്ട് കൈമാറുന്നതിനിടെയാണ് വിജിലൻസ് സംഘം ഇയാളെ പിടികൂടുന്നത്. വിജിലൻസ് ഡിവൈഎസ്പി KV രഘുരാമൻ, CIമാരായ V ബാലകൃഷ്ണൻ, A അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി 7:30 മണിയോടെയായിരുന്നു സംഭവം. രഞ്ജിത്തിനെ പോലുള്ള അഴിമതി വീരന്മാരാണ് നമ്മുടെ നാടിന്റെ ശാപം. ബോണസ് പരിധി ഉയർത്തിയ സർക്കാരിന് അഭിവാദ്യമെന്ന് പറഞ്ഞ് ഫെസ്റ്റോയും ബോണസ് വർദ്ധിപ്പിച്ചില്ലെന്ന് പറഞ്ഞ് NGO സംഘവും പ്രകടനം നടത്തുന്നത് കണ്ടു. LDF സർക്കാർ 100 ദിവസം പൂർത്തിയാക്കിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ഫെസ്റ്റോ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയത്. ഫെസ്റ്റോ ജില്ലാ സെക്രട്ടറി പവിത്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് V ചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KP ഗംഗാധരൻ, KV തമ്പാൻ, V വിജേഷ്, KV രമേശൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രകടനത്തിന് പീതാംബരൻ, രഞ്ജിത്ത്, വിജയൻ, M നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. ജീവനക്കാരുടെ ബോണസ് പരിധി ഉയർത്താത്തതിൽ പ്രതിഷേധിച്ചാണ് NGO സംഘിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. ഒന്നും മനസ്സിലായില്ലല്ലോ മാഷേ. അപ്പോൾ സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? മോശ റോഡ് മാത്രമല്ല, നല്ല റോഡും ഒരു കണക്കിന് ദുരിതമാണ്. റോഡില്ല എന്ന ആക്ഷേപം കഴിഞ്ഞും ചന്ദ്രഗിരി റോഡ് നന്നായതാണ് ഇപ്പോൾ പ്രശ്നം. വാഹനാപകടം വല്ലാതെ കൂടിയിട്ടുണ്ട് കേട്ടോ. ക്യാമറ സ്ഥാപിക്കേണ്ട സ്ഥലങ്ങൾ KSTP, പോലീസ്, RTO അധികൃതർ എന്നിവർ സംയുക്തമായി പരിശോധന നടത്തിയ ശേഷമാണ് ഒരാഴ്ചക്കുള്ളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുക. ഉദുമ, പള്ളിക്കര ഗ്രാമപഞ്ചായത്തുകളിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തും. ഇതിനായി ബേക്കൽ SI, ജോയിന്റ് RTO എന്നിവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ബേക്കൽ, പള്ളിക്കര തുടങ്ങിയ അപകട മേഖലകളിൽ സ്ഥിരമായി വാഹന പരിശോധന നടത്തും. ഇതിനായി കൂടുതൽ പോലീസുകാരെയും നിയമിക്കും. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ റോഡ് തടസ്സം സൃഷ്ടിച്ച് സംഘർഷാവസ്ഥ ഉണ്ടാക്കുന്നത് ഒഴിവാക്കി സമാധാനം നിലനിർത്തുന്നതിന് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ നടപടി കൈക്കൊള്ളും. റോഡുകളിൽ റിഫ്ലക്ടറുകൾ സ്ഥാപിക്കാനും KSTPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിരീക്ഷണ ക്യാമറകൾ വരട്ടെ, എല്ലാം ശരിയാവും. ഓരോ ഓർമ്മയും ഓരോ ഗൃഹാതുരത്വമാണ്. ചിങ്ങക്കളം എന്നത് പോയ കാലത്തിന്റെ വല്ലാത്തൊരു ആവേശമായിരുന്നു. ആ ആവേശത്തിലേക്കാണ് മുന്നാട് പീപ്പിൾസ് കോളേജിലെ വിദ്യാർത്ഥികൾ നമ്മെ കൂട്ടിക്കൊണ്ടുപോയത്. കോളേജിലെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ് പരിപാടി നടത്തിയത്. ഭസ്മവും തിരിയും ഉപയോഗിച്ചാണ് മത്സരാർത്ഥികൾ കളം വരച്ചത്. മത്സരത്തിൽ 2 പേരടങ്ങുന്ന 15ഓളം ടീമുകൾ പങ്കെടുത്തു. 3ാം സെമസ്റ്റർ BComലെ M നിമിത, MB ഷീജ, 3ാം സെമസ്റ്റർ BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ BC കിരൺ, V ശരൺ എന്നിവർ യഥാക്രമം 1, 2 സ്ഥാനങ്ങൾ നേടി. 2 ടീമുകൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. BBA വിദ്യാർത്ഥികളായ ഷിലൂജ് P സാജു, K ക്രിജിൻ, സനീഷ് ചന്ദ്രൻ, K വിനയൻ, വിഷ്ണുജിത്ത് പ്രഭാകരൻ, K അഞ്ജു, KM ശ്രിയ, P ഷീനില തുടങ്ങിയവർ നേതൃത്വം നൽകി. പരിപാടി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CK ലൂക്കോസ് ഉദ്ഘാടനം ചെയ്തു. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ തലവൻ G പുഷ്പാകരൻ ബെണ്ടിച്ചാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഓർമ്മകളും ആചാരങ്ങളും മരിക്കാതിരിക്കട്ടെ. അങ്ങനെയങ്ങ് മുങ്ങാൻ വരട്ടെ. വൈകി ഓഫീസിലെത്തി നേരത്തെ മുങ്ങുന്നവർക്കെതിരെ ശക്തമായ താക്കീതുമായി ജില്ലാ കളക്ടർ രംഗത്തെത്തിയത് ചിലർക്കെങ്കിലും കല്ലുകടിയായിട്ടുണ്ട്. വൈകി ഓഫീസിലെത്തുന്നതും 3 മണിയാകുമ്പോൾ തന്നെ മുങ്ങുകയും ചെയ്യുന്ന കാസർഗോഡ് കളക്ട്രേറ്റിലടക്കം ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ നിത്യശീലമാണ്.
മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ സർക്കാർ വാഹനങ്ങളിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന ഉദ്യോഗസ്ഥർ നിത്യകാഴ്ചയാണ്. ഇതിനെതിരെ കഴിഞ്ഞ ദിവസം ആം ആദ്മി പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷന് പരിസരത്ത് ഉദ്യോഗസ്ഥർക്കെതിരെ താക്കീതുമായി നിലയുറപ്പിച്ചിരുന്നു. ഇത് കളക്ടറുടെ കൂടി ശ്രദ്ധയിലായതോടെയാണ് നടപടിയെടുക്കുമെന്ന് പ്രഖ്യാപിച്ചത്. പഞ്ചിങ് ഞാനിപ്പോൾ ഓൾറെഡി അവർക്കൊരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം അതിൻ്റെ ടൈമിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പഞ്ചിങ് മെഷീൻ്റെ. അത് കെൽട്രോണിൻ്റെ ആളെ പിടിച്ച് ഓൾറെഡി നന്നാക്കിയിട്ടുണ്ട്. ഇനി പഞ്ചിങ് നമുക്ക് പിടിക്കാൻ തുടങ്ങാം. ആദ്യം ഒന്ന് പറയണമല്ലോ, നമ്മൾ ഓടിപ്പോയി ഇതാകുന്നതിനേക്കാൾ ഉപരി ഞാൻ ഓൾറെഡി ഇന്നലെ ജില്ലാ DDC ഉണ്ടായിരുന്നു, ജില്ലാ വികസന സമിതിക്ക് മുമ്പുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ എല്ലാവർക്കും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചിങ് എന്തായാലും കൃത്യമായിട്ട് നമ്മൾ നോക്കുക. നമ്മുടെ ഉദ്യോഗസ്ഥർ കൃത്യസമയത്ത് വരണം. ജില്ലാതല ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടാവണം. ജില്ലാതല ഉദ്യോഗസ്ഥർ താഴെയുള്ള ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് നോക്കണം എന്നുള്ളൊരു കൺട്രോൾ ചെയ്യണം എന്നുള്ള ഡയറക്ഷൻ നൽകിയിട്ടുണ്ട്. ദേശീയപാത വികസന കാര്യത്തിൽ ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ആവശ്യമാണെന്നും ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് ആവുന്നതെല്ലാം ചെയ്യാൻ ജില്ലാ ഭരണകൂടം തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ശമ്പളം വാങ്ങുന്ന ആവേശമൊന്നും പണിയെടുക്കുന്ന കാര്യത്തിൽ ഇല്ലല്ലോ. വിദ്യാർത്ഥികളായാൽ ഇങ്ങനെ വേണം. ദാ കണ്ടോ, ചെറുവത്തൂർ CHCയിലെ ഉപകരണങ്ങൾക്ക് മോടി പിടിപ്പിക്കാൻ എത്തിയിരിക്കുകയാണ് കയ്യൂർ ഗവൺമെന്റ് ITIയിലെ കുട്ടികൾ. NSS വളണ്ടിയർമാരുടെ ആഭിമുഖ്യത്തിലാണ് ഗവൺമെന്റ് ആശുപത്രിയിൽ കട്ടിൽ, ട്രോളി, IV സ്റ്റാൻഡ്, മെഡിസിൻ ബോക്സ് തുടങ്ങിയ ഉപകരണങ്ങൾ പെയിന്റ് ചെയ്തത്. പൊതുവെ സൗകര്യം കുറഞ്ഞ താലൂക്ക് ആശുപത്രിയിൽ ദിനംപ്രതി 100 കണക്കിന് രോഗികളാണ് അഭയം തേടുന്നത്. അത് പെയിന്റ് ചെയ്ത് നന്നാക്കാനുള്ള ഒരു തീരുമാനം നമ്മുടെ കയ്യൂർ ITI സ്ഥാപനത്തിലെ മാഷ് ജയരാജൻ മാഷുമായി സംസാരിച്ച് തീരുമാനമെടുത്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ITIയുടെ ഈ കുട്ടികൾ വന്ന് നാഷണൽ സർവീസ് സ്കീമിൻ്റെ കുട്ടികൾ വന്ന് ഈ പെയിൻറ്റിങ് കാര്യങ്ങളിവിടെ ചെയ്തു തരുന്നത്. അവർക്ക് CHCയുടെ പേരിലും നാട്ടുകാരുടെ പേരിലും എൻ്റെ നന്ദി അർപ്പിച്ചു കൊള്ളുന്നു. ഈ നല്ല പ്രവർത്തനം അവർ ഇനിയും നമുക്ക് വേണ്ടി വരും. ഇനിയും ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കും, അത് ചെയ്തു തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അധികൃതരുടെ പൂർണ്ണ പിന്തുണയും ആശുപത്രിക്ക് ലഭ്യമാണ്. ഡോക്ടർ G രമേശ്, C സുരേഷൻ, ശ്രീനിവാസൻ, ജയരാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ശരീരം പനിച്ചു വിറക്കുന്നവന്റെ മനസ്സ് നല്ല കാഴ്ച കണ്ട് കുളിരട്ടെ. നാടൻ പൂക്കൾ പടിയിറങ്ങുമ്പോൾ കൃഷ്ണമുടി പൂക്കൾ വിരിയുകയാണ്. കാഞ്ഞങ്ങാട് നഗരത്തിലാണ് ഈ കാഴ്ചയുള്ളത്. തിരക്കേറിയ നഗരയാത്രയും ഗതാഗത സ്തംഭനവും മാലിന്യവും ചളിയും വെള്ളക്കെട്ടുമെല്ലാം നഗരത്തിലെ സ്ഥിരം കാഴ്ചയാവുമ്പോൾ ഓണക്കാലത്ത് ഒരു കുളിർക്കാഴ്ചയായി കൃഷ്ണമുടി പൂക്കളും പൂത്തു. കാഞ്ഞങ്ങാട് നഗരഹൃദയത്തിൽ തന്നെയാണ് ആരെയും ആകർഷിക്കും വിധം പൂക്കൾ പൂത്തുലഞ്ഞത്. ഹനുമാൻ കിരീടമെന്നും കാവടിപ്പൂക്കളെന്നും ആറുമാ സ്റ്റേഡിയെന്നുമൊക്കെ അറിയപ്പെടുന്ന പൂക്കളുടെ തോട്ടമാണ് കാഞ്ഞങ്ങാട് ടൗൺ ഹാൾ പരിസരത്ത് ഒരുങ്ങിയിരിക്കുന്നത്. ടൗൺ ഹാൾ പരിസരത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് പൂക്കൾ കൂട്ടത്തോടെ വിരിഞ്ഞിരിക്കുന്നത്. കൂട്ടത്തോടെ പൂത്തുലഞ്ഞ പൂക്കൾ തേടി നൂറുകണക്കിന് വർണ്ണ പൂമ്പാറ്റകളും ഇവിടെ എത്തുന്നുണ്ട്. എന്ത് പൂവായാലും വിരിഞ്ഞാൽ പോരെ അല്ലേ? ഒടുവിൽ ആശുപത്രിക്ക് തന്നെ മരുന്ന് നൽകേണ്ട ഗതികേടാണ്. മംഗൽപാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് അവഗണനയിൽ വീർപ്പുമുട്ടുന്നത്. ഉപ്പളയിലെ മംഗൽപാടി ഹെൽത്ത് സെന്റർ താലൂക്ക് ആശുപത്രിയായി ഉയർത്തണമെന്ന ആവശ്യം ഉയരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. വർഷങ്ങൾക്ക് മുമ്പ് PHC-ആയ ഇതിനെ CHC-ആയി ഉയർത്തിയെങ്കിലും ഇപ്പോഴും PHC-യിലെ അതേ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ 8ഓളം ഗ്രാമപഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ഏക ആശ്രയമാണ് ഈ ആശുപത്രി. ദിനംപ്രതി എന്നോണം 400-ൽ പരം രോഗികളാണ് ഇവിടെ ചികിത്സയ്ക്ക് എത്തുന്നത്. കിടത്തി ചികിത്സയ്ക്കായി നാട്ടുകാർ മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് ഏറെ നാളുകളായി. ഓരോ തെരഞ്ഞെടുപ്പ് വേളയിലും വാഗ്ദാനങ്ങളുടെ വലിയ പട്ടിക തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ നിരത്തും. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗം ശ്രദ്ധിക്കുകയില്ല എന്നാണ് വാസ്തവം. ഡോക്ടർ, ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ, ക്ലർക്ക് എന്നിവയിൽ ഒരു നിയമനം പോലും നടത്തുന്നില്ല. 3 ക്ലർക്കുകൾ വേണ്ടെടുത്ത് ഒരാൾ പോലും നിയമിച്ചിട്ടില്ല. ഒരാളെ കരാർ വ്യവസ്ഥയിൽ ജോലിക്കെടുത്തുവെങ്കിലും അവധിയെടുത്തു പോയ അയാൾ പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. ഒരു ലാബ് ടെക്നീഷ്യൻ മാത്രമാണ് ഇപ്പോൾ ഈ ആശുപത്രിയിൽ ഉള്ളത്. അതും HMC ശമ്പളം നൽകി നിയമിച്ചതാണ്. 3 ഫാർമസിസ്റ്റുകളുടെ സ്ഥാനത്ത് ആളെ നിയമിച്ചിട്ടുമില്ല. CHC ആയി വർഷങ്ങൾക്ക് മുമ്പ് അത് ഉയർത്തപ്പെട്ടെങ്കിലും ഇന്നും PHC-യുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ ഡോക്ടർമാരുടെ എണ്ണവും അനുബന്ധ സ്റ്റാഫിൻ്റെ എണ്ണവുമാണ് നിലവിലുള്ളത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ ദിവസേന എന്നോണം ഏകദേശം 400ഓളം രോഗികൾ OP വിഭാഗത്തിൽ തന്നെ എത്തിപ്പെടുന്നുണ്ട്. ഇവിടെ ദിവസം കിടത്തി ചികിത്സിക്കാനുള്ള ഒരു സൗകര്യത്തിന് നിരവധി കാലമായി ആളുകൾ മുറവിളി കൂട്ടിയിട്ട് പോലും അതിനുള്ള സജ്ജീകരണങ്ങൾ പോലും ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല.
ആവശ്യാനുസരണം ഡോക്ടർമാരെയും മറ്റു ഉദ്യോഗസ്ഥരെയും നിയമിച്ചാൽ ജില്ലയിലെ തന്നെ മികച്ച ആശുപത്രിയായി മംഗൽപാടിയെ മാറ്റാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. റഹ്മാൻ ഉദ്യാവര, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഒരു ആശുപത്രി സ്ഥാപിച്ചതും പോരാ, അവിടെ ജീവനക്കാരെയും നൽകണമെന്നാണ് നാട്ടുകാരുടെ ആഗ്രഹം. നമുക്ക് ജാതിയില്ല വിളംബരത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് CPM നടത്തിയ സാംസ്കാരിക പരിപാടി പാർട്ടിയുടെ പുതിയ വിപ്ലവമായി. നമുക്ക് ജാതിയില്ല പ്രഖ്യാപനത്തിന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി CPM കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ കീഴിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് വെള്ളിയാഴ്ച സാംസ്കാരിക ഘോഷയാത്രയും സദസ്സും സംഘടിപ്പിച്ചത്. കാസർഗോഡ് വിദ്യാനഗർ ലോക്കൽ കമ്മിറ്റികൾ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ, അതുപോലെ വർണ്ണവിവേചനങ്ങൾ, അത് എല്ലാ തലങ്ങളിലും കൊടികുത്തുവാണിരുന്ന ഒരു കാലമായിരുന്നു പഴയത്. അങ്ങനെയുള്ള ഈ കേരളത്തെ കണ്ടുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ ഇത് ഭ്രാന്താലയമാണ് എന്നുള്ള നിലയിൽ അതിനെ വിശേഷിപ്പിച്ചു. ഈ ഭ്രാന്താലയമാക്കി മാറ്റിയിരുന്ന കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ള നിലയിൽ വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രദേശമാക്കി മാറ്റുന്നതിന് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ, അതിൻ്റെ കൂടെ നടന്നിട്ടുള്ള ഒട്ടേറെ സമരങ്ങൾ, ആ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിനെല്ലാം അതിലൂടെ ഉയർന്നു വന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, ഇതെല്ലാമാണ് ഈ മാറ്റത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇതിന്റെ മുന്നോടിയായി പഴയ ബസ് സ്റ്റാൻഡ് മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെ സാംസ്കാരിക ഘോഷയാത്രയും സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്തു. ആര് എന്ത് നടത്തിയാലും അത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഉള്ളതാവണം. വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.